വല്ലഭനുല്ലാസമാകട്ടെ. സൽഫലം കായ്ച്ചുലഞ്ഞിടട്ടെ. വല്ലഭൻ ഉല്ലാസമാകട്ടെ. കുരിശിന്റെ തണലാണെന്റെ അഭയമെന്നേശുനായക. കുരിശിന്റെ തണലാണെന്റെ അഭയമെന്നേശുനായക. തുണയെനിക്കേകിടേണമേ. ആണയുന്നു പാദപീഠേ ഞാൻ. തുണയെനിക്കേകിടേണമേ. ആണയുന്നു പാദപീഠേ ഞാൻ. ഈ നല്ല പ്രഭാതത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകേണ്ടി വരും. നിരാശ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവന്റെ ജീവിതം തന്നെ വലയുന്ന പല അവസരങ്ങളും നമുക്ക് കാണാനുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തിൽ മനുഷ്യനെ ബലപ്പെടുത്തുകയും മനുഷ്യനെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും. ഒരിക്കൽ ഒരു ഉയർന്ന മലയുടെ മുകളിൽ അവിടെയുള്ള ജനങ്ങൾ ഒന്നിച്ച് ഒരു ദേവാലയം പണിതിനു വേണ്ടി ആഗ്രഹിച്ചു. അതിന് വളരെയധികം പണം മുടക്കി നല്ല ആർക്കിടെക്ട്, എഞ്ചിനീയേഴ്സ് ഇവരെല്ലാം കൂട്ടിവരുത്തി മനോഹരമായ ഒരു ആലയ നിർമ്മാണം. ഒരു സ്ഥലത്ത് എല്ലാവരും ദൈവത്തെ ആരാധിക്കുവാൻ വരുന്നതിന് വേണ്ടി അവരത് പണി കഴിപ്പിച്ചു. അതിൻ്റെ 2 മാസത്തിനുള്ളിൽ ആലയം പൂർത്തീകരിക്കണം എന്നുള്ള തീരുമാനത്തോടെ പണി തുടങ്ങി. അതിൽ 2 മാസം ബാക്കി ശേഷിക്കുമ്പോൾ അതെല്ലാം വൃത്തിയാക്കി അപ്പോൾ കാണുന്നത് ഈ ആലയത്തിന്റെ മുൻവശത്ത് എതിർ സൈഡിൽ ഒരു കരിമ്പാറ സ്ഥിതി ചെയ്തിരുന്നു. അവരെല്ലാവരും കൂടി തീരുമാനിച്ചു ഈ കരിമ്പാറ ഇവിടെ നിന്നാൽ ഈ ആലയത്തിന്റെ മനോഹരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇതിനെ ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിച്ച് മാറ്റിക്കളയുവാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി മുമ്പോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, 2 മാസത്തേക്ക് എന്നെ ഈ പാറ ഏൽപ്പിക്കുക. അദ്ദേഹം ഒരു ടാർപ്പാളി കൊണ്ട് ഈ പാറയെ മൊത്തം മൂടിയിട്ട് അദ്ദേഹം ഒരു മനുഷ്യരും അകത്ത് കിടക്കുവാൻ അനുവദിച്ചിരുന്നില്ല. ഇനാഗുറേഷൻ ദിവസം ഇതെന്താണെന്ന് അറിയുവാൻ ആൾക്കാർ വളരെ ആകാംക്ഷയോടിരിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ പുറത്ത് കവർ ചെയ്തിരുന്ന കവർ മാറ്റി. അത്ഭുതം തോന്നുമാറ് ആ കറുത്ത പാറ സ്ഥിതി ചെയ്ത സ്ഥലത്ത് മുട്ടുമടക്കി കൈ ഉയർത്തി ആലയത്തിലേക്ക് നോക്കി ആരാധിക്കുന്ന ഒരു മാലാഖയുടെ രൂപം അവിടെ തീർത്തു. ആരാണെന്ന് നോക്കിയപ്പോൾ അത് ഒരു ശില്പിയായിരുന്നു. അത് കരകൗശലമായ എല്ലാം ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തി അതിനെ രൂപപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മെ രക്ഷിപ്പാൻ, നമ്മളെ അവസ്ഥ മാറ്റുവാൻ കടന്നു വന്നതാണ് യേശു. 2000 വർഷം മുമ്പായി പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ച ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപകരമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ആ മാന്യ വ്യക്തിയാക്കി തീർക്കുവാൻ യേശു തമ്പുരാന് കഴിയും. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ആ അവസ്ഥയിൽ പോകുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സമാധാനത്തോടെ കാത്തുകൊള്ളട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ഞങ്ങളെ സമാധാനം നൽകി തരുവാൻ, നിരാശ ലഭിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നിങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, നിങ്ങളെ സഹായിക്കണമേ. ഈ സന്ദേശം കേട്ട എല്ലാ നിന്റെ മക്കളെയും ധാരാളം അനുഗ്രഹിക്കണം. തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും വളരെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.